നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 680 680. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 680. 179 സർഗം. രാജാക്കന്മാർക്ക് ഭഗവാന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ, ജരാസന്ധ ഭൂപതിയാൽ കാരാഗൃഹത്തിലിട്ട 20,800 ചില്ലാൻ രാജാക്കന്മാരെ ഒരു ബ്രാഹ്മണൻ ദൂതായിട്ട് ദ്വാരകയിൽ വന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. അങ്ങനെ രക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഭഗവാൻ, അർജുനൻ, ഭീമൻ ഇവർ മൂവരും ബ്രാഹ്മണ വേഷധാരിയായിട്ട് ജരാസന്ധൻ്റെ രാജധാനിയിലെത്തി, ബ്രാഹ്മണ വേഷധാരികളായ നിങ്ങൾക്ക് ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണ്ടായി. അപ്പോൾ പറഞ്ഞു, ഞങ്ങളോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ഓ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ജരാസന്ധൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലൊക്കെ 3 കയ്യിൽ ഞാൻ പിടിച്ച തഴമ്പ് കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ ദ്വന്ദ്വയുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല. പക്ഷേ അങ്ങ് ഇപ്പോൾ കൃഷ്ണനാണെന്ന് പറയുക കാരണം എനിക്ക് ആളെ മനസ്സിലായി. 18 പ്രാവശ്യം എന്നിൽ നിന്ന് തോറ്റുകൂടി പോയ ആളാണ് അങ്ങ്. പക്ഷെ ഭഗവാന് മാത്രമേ അറിയുള്ളൂ ഓരോ പ്രാവശ്യവും 23 അക്ഷൗണിപ്പടകളെ ഇല്ലായ്മ ചെയ്തിട്ട് ഭൂഭാരം തീർത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഉള്ളത് അർജുനനാണ്. ശാരീരിക ആകാരം നോക്കുമ്പോൾ ഉള്ളതിൽ ഭേദം, അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധത്തിന് ഒരു പ്രഹസനമാവാൻ പാടില്ല. അപ്പോൾ ശരാശരി ആവറേജ് ഭീമസേനനാണ്. ഞാൻ ഭീമസേനൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് യുദ്ധം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ 27 ദിവസം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു അത്. പിന്നെ ഭീമസേനൻ ഭഗവാനോട് പറഞ്ഞു, ഈ അങ്ങക്ക് എന്താ എന്നെ അയാളെ കൊണ്ട് അടിച്ച് വീഴ്ത്തണം എന്നാണോ താല്പര്യം ചോദിച്ചു. അല്ല, അങ്ങനെയല്ല, ആരും ഇതിൽ ജയിക്കില്ല, എനിക്കറിയാം. അയാളും ജയിക്കില്ല, താനും ജയിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൂടുതൽ ചെയ്താൽ മതി പറഞ്ഞ് ഒരു മരക്കഷ്ണം നടുക്കൂടെ ചീന്തി വ്യത്യസ്ത ഭാഗത്തിലേക്ക് മാറ്റിയിട്ടു. ഒന്നിൻ്റെ തല മേപ്പെട്ടാണെങ്കിൽ ഒന്നിൻ്റെ തല കീഴ്പ്പെട്ടാക്കിയിട്ടിട്ടു. അതാണ് ജരയാൽ സന്ധിപ്പിക്കപ്പെട്ടതിനെ സന്ധിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാക്കി തീർത്തു. ഇതാണ് അതിൻ്റെ ഒരു ഫിലോസഫി പരമശയിലെ. ആ രാജാക്കന്മാർ ഭഗവാനെ സ്തുതിക്കുന്ന അപാരമായിട്ടുള്ളൊരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ. അതായത് ഇത് ഏറെക്കുറെ ഒരു എത്ര ഉണ്ടെന്നാ പറയുക, ഒരു 10-16 ശ്ലോകങ്ങൾ ഒന്നിനോടൊന്ന് വേദാന്തപരമായിട്ട് കീർത്തിക്കുന്നതാണ്. 4 മിനിറ്റ് ഇപ്പം തന്നെ പോയി, സോറി. അപ്പോൾ ഇനി നമ്മൾക്ക് അപ്പോൾ 16-ാമത്തെ ശ്ലോകം എന്തായിരുന്നു? സർവേശ്വരനു ഹിതമാം വിധം ജീവിക്കിൽ എത്രയും സുഖമാം മട്ടിൽ എന്നെ താൻ പ്രാപിക്കും നിങ്ങൾ നിശ്ചയം. ഈ അഹം ബ്രഹ്മാസ്മി വെറുതെ അല്ല പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാം, ഞാനായി തീരാം, ബ്രഹ്മമായിട്ട് തീരാം. സർവേശ്വരന് ഹിതമാം വിധം ജീവിക്കിൽ പരമശയിലെ സുഖമാം മട്ടിൽ എന്നെ താൻ പ്രാപിക്കും നിങ്ങൾ നിശ്ചയം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി 17-ാമത്തെ ശ്ലോകം.
ഈ വണ്ണം അമ്പാർന്ന് അരുളി ചെയ്തു വിഷയികപാലകൻ അവർക്ക് ഏർപ്പാടു ചെയ്യിച്ചാൻ അഭ്യങ്കാദിക്കൊരുക്കുവാൻ. അതായത് ഇവർ ഭഗവാനെ സ്തുതിച്ചു, ഭഗവാന് സന്തോഷമായി, അവർ മോക്ഷപ്രാപ്തികളുടെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, ഇനി ലൗകികമായിട്ടുള്ളൊന്നും ചെയ്യില്ല, 100% ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ ശരണം പ്രാപിക്കുകയുള്ളൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വണ്ണം അമ്പാർന്ന് അരുളി ചെയ്തു വിഷയികപാലകൻ അവർക്കേർപ്പാടു ചെയ്യിച്ചാൻ അഭ്യങ്കാദിക്കൊരുക്കുവാൻ. എല്ലാവർക്കും വിശേഷമായിട്ട് ക്ഷൗരാദികളൊക്കെ ചെയ്ത് നന്നായിട്ട് എണ്ണ തേച്ച് കുടിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. വണങ്ങി നിൽക്കും സഹദേവനെ കൊണ്ടു നൃപോചിതം. അതായത് ജരാസന്ധൻ്റെ മകൻ സഹദേവനെ രാജാവാക്കി ഭഗവാൻ വാഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനെ വണങ്ങി നിൽക്കുക. വണങ്ങി നിൽക്കും സഹദേവനെ കൊണ്ട് നൃപോചിതം വസ്ത്രഭൂഷാദി നൽകിച്ചു പൂജിപ്പിച്ചാൻ മഹാപ്രഭു. രാജാക്കന്മാർക്ക് ഉചിതമായ രീതിയിൽ ആടയാഭരണങ്ങളൊക്കെ കൊടുത്ത് ആഭൂഷണങ്ങളോട് കൂടിയിട്ട് രാജാക്കന്മാരാക്കി പൂജിപ്പിച്ചാൻ മഹാപ്രഭു. വാഹനങ്ങൾ വരുത്തിച്ചു വീണ്ടും ഈ വണ്ണം മോദിനാൻ. എല്ലാവർക്കും അവരവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റിയ തേര് മുതലായിട്ടുള്ള വാഹനങ്ങൾ വരുത്തിച്ചു വീണ്ടും ഈ വണ്ണം മോദിനാൻ. രാജസൂയ മഹായജ്ഞം നടത്തിയിടുന്നു ധർമ്മജൻ. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ശ്രീകൃഷ്ണൻ പറയാം. സാക്ഷാൽ പാണ്ഡവന്മാരിൽ മൂത്ത സഹോദരനായിരിക്കുന്ന ധർമ്മപുത്രർ ഗംഭീരമായിട്ട് ഒരു രാജസൂഹ മഹായജ്ഞം നടത്താൻ വിചാരിച്ചിട്ടുണ്ട്. അതിന് കപ്പം നൽകിയിടണം നിങ്ങൾ, അത് ചൊല്ലേണ്ടതില്ല ഞാൻ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് കപ്പം കൊടുത്ത് അദ്ദേഹത്തിനെ ഏകഛത്രാധിപതിയാക്കി സ്വീകരിക്കണം. വന്നു സഹായമാവും പോലെല്ലാം ചെയ്യണമേ വരും. അദ്ദേഹത്തിൻ്റെ രാജസൂയ മഹായജ്ഞം നല്ല നിലയിലാക്കി തീർക്കാൻ നിങ്ങൾ സഹകരിക്കണം തന്നെയാണ് പറഞ്ഞത്. അയപ്പിക്കും ക്ഷണം നിങ്ങൾ കോതിനാർ അവർ ഈ വിധം. അയപ്പിക്കും ക്ഷണം, നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ള പത്രിക അവിടെ വരും. അയപ്പിക്കും ക്ഷണം നിങ്ങൾക്ക് ഓതിനാർ അവർ ഈ വിധം. ക്ഷണമേ വേണ്ട വന്ന് ഞങ്ങളാവുമ്പോലൊക്കെയും പ്രഭു. ഞങ്ങൾക്കിനി എന്തിനാ ക്ഷണം? അങ്ങയുടെ ഒരു വാക്ക് തന്നെ തിരുവാകയ്ക്ക് എതിർവായി ഇല്ല എന്ന് പറയും. അങ്ങ് പറഞ്ഞത് ഞങ്ങൾ കേട്ടോളാം. അപ്പോൾ ക്ഷണമേ വേണ്ട വന്നു ഞങ്ങളാവുമ്പോലൊക്കെയും പ്രഭോ ചെയ്തു കൊള്ളാം ഇത് ഈ ഞങ്ങൾക്ക് എന്നേക്കും അനുഗ്രഹം. അപ്പോൾ ഈ രാജസൂയയാഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ശോഭനം ആക്കി തീർക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വന്നോളാം. ആവിധം തേരിലേറി ചെന്നുടൻ താൻ അവരെ വരും. അവരെല്ലാവരും അവരവരുടെ വാഹനങ്ങൾ കയറി അവരവരുടെ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. വാഴ്ത്തിനാർ അഖിലേശൻ്റെ വാത്സല്യാദി സമസ്തവും. ഭഗവാൻ എല്ലാവർക്കും ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് ബോസിസം ഉണ്ടായില്ല അവിടെ. വാത്സല്യാദി ഗുണങ്ങളെ വാഴ്ത്തിയെന്ന വാത്സല്യം, അതാണ് ഈ ഭഗവാൻ. വാത്സല്യ നിധിയാണ്, ഭക്തവത്സലനാണ്. വാഴ്ത്തിനാർ അഖിലേശൻ്റെ വാത്സല്യാദി സമസ്തവും. കൊല്ലിച്ചു ഭീമനെ കൊണ്ടുമാ ഗജേന്ദ്രനെ മാധവൻ. എന്താ പ്രാസം! കൊല്ലിച്ചു ഭീമനെ കൊണ്ട് മഗധേന്ദ്രനെ മാധവൻ. സഹദേവൻ കൂപ്പി നിൽക്കേ പാർത്ഥരോടൊത്തിറങ്ങിനാൻ. അപ്പോൾ കാര്യം വന്നു, ഇവിടെ വന്നു, കാര്യം കഴിഞ്ഞു, എല്ലാവരെയും വിടുതൽ ചെയ്യിച്ചു, ഇനി യാത്ര പറയാണ്. അപ്പോൾ സഹദേവൻ നോക്കി നിൽക്കെ ഭീമനോടും അർജുനനോടും കൂടെ ഭഗവാൻ തേരിൽ കയറി അവരുടെ രാജധാനിയിലേക്ക്, അതായത് ധർമ്മജൻ്റെ രാജധാനിയിലേക്ക് പോകാൻ വേണ്ടി ദൂരത്തു നിന്നേ ശംഖൂതി ചെന്നാരർദ്ധരാത്രിയിൽ. അവിടെ പാണ്ഡവരുടെ രാജകൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴേക്കും അർദ്ധരാത്രി ആയിരുന്നു. പക്ഷേ ഭഗവാന്റെ അസമയത്തുള്ള ശംഖയുടെ ധ്വനി കേട്ടോടുകൂടി എല്ലാവരും ആനന്ദതുന്തികളായി തീർന്നു എന്നാണ്. കാരണം എന്താ? കാര്യം സാധിച്ചിട്ടാണ് ഭഗവാൻ വരുന്നത്.
ദൂരത്തു നിന്നേ ശംഖൂതിച്ചെന്നാരർദ്ധരാത്രിയിൽ 3 പേരും സുഖം നല്ലോർക്കഴൽ മറ്റാർക്കും സുഖം നല്ലോർക്ക് അഴൽ മറ്റാർക്കും ഏകിയും. ആ ഒരു പ്രയോഗം ഭഗവാൻ സുഖം നല്ലോർക്ക് നൽകും, മറ്റോർക്കോ അഴൽ. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. ആരാണ് ഭഗവാനെ നമിക്കണത് അവർക്ക് സൗഖ്യം, ക്ഷേമം, മറ്റുള്ളവർക്ക് അഴൽ, കഷ്ടപ്പാടുകൾ. അപ്പോൾ സുഖം നല്ലോർക്ക് അഴൽ മറ്റാർക്കും ഏകിയും ശങ്കൂതൽ കേട്ടുടൻ ഞെട്ടി ഉണർന്നു പലമർത്യരും. സന്തോഷമുത്സാഹവുമാർന്നെഴുന്നേറ്റോതി ഇങ്ങനെ മരിച്ചു മഗധൻ യജ്ഞം നടക്കും ഉടൻ ഇങ്ങിനി. ഈ ശംഖുവിളി ജരാസന്ധൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഒരു പ്രശ്നവുമില്ലാതെ കണ്ട് നമ്മുടെ നാട്ടിൽ രാജസൂയയാഗം നടക്കാൻ പോകണം. പറഞ്ഞ പക്ഷേ സന്തോഷം ഉത്സാഹവും മാർന്നെഴുന്നേറ്റോതി ഇങ്ങനെ മരിച്ചു മഗധൻ യജ്ഞം നടക്കും ഉടൻ ഇങ്ങിനി. ധർമാത്മജൻ ഉറങ്ങാതെ നിലാവൊളി വരാന്തയിൽ മഹാപ്രഭുവിനെ തന്നെ കാത്തങ്ങിരിക്കവേ. ഇവരെ ജരാസന്ധനെ ജയിക്കാൻ വേണ്ടി മൂവരും പോയതിൻ്റെ ശേഷം ധർമ്മപുത്രർ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ? എൻ്റെ അനിയന് എത്ര ഇടികൊള്ളേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആലോചിച്ച് നോക്കണം, തൻ്റെ അരുമ സഹോദരന് ദ്വന്ദ്വയുദ്ധത്തിൽ എത്ര അടി കൊള്ളും. സന്തോഷം ഉത്സാഹവും മാർന്നെഴുന്നേറ്റ് ഇങ്ങനെ മരിച്ചു മഗധൻ യജ്ഞം നടക്കും ഉടനിങ്ങിനി. ധർമാത്മജനുറങ്ങാതെ നിലാവൊളി വരാന്തയിൽ മഹാപ്രഭുവിനെ തന്നെ കാത്തിങ്ങിരിക്കവേ. മഹാപ്രഭു ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാപ്രഭുവാണ്, പ്രഭുക്കന്മാരിൽ പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഭീമനും പാർത്ഥനും ഗോവിന്ദനും ചെന്നു മഹീന്ദ്രനെ നടന്നതൊക്കെയും വന്നിച്ചറിയിച്ചു സവിസ്തരം. എന്തിനാ വന്നിക്കണത്? ഈ മൂവരും ധർമ്മപുത്രരുടെ താഴെയാണ്. പ്രായത്തിനെ മാനിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണില്ല. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 29ാമത്തെ ശ്ലോകം. ഭക്തോത്തമൻ കൃഷ്ണകൃപാതിരേകമോർത്തോർത്ത് അതിനൊട്ടൊരു നന്ദി പോലും ആനന്ദ വൈഷമ്യെന്നു ചൊൽക വയ്യാതെ ഒട്ടേറെ വിളങ്ങി മിന്നി. മൈ ഗുഡ്നസ് കൃഷ്ണ, വളരെ സന്തോഷമായി, നന്ദിയുണ്ട് എന്നല്ല പറഞ്ഞത്, പറയാൻ വയ്യ. ഭഗവാനോട് ഉരിയാടാൻ അശക്തനായിരുന്നു ആര്? ധർമ്മപുത്രർ. ഭഗവാൻ ഇല്ലെങ്കിൽ പാണ്ഡവരില്ല, ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മളില്ല, ഞാനും നിങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഞാനൊരു വക്താവും ആവില്ല, നിങ്ങളൊരു ശ്രോതാവും ആവില്ല ഭഗവാൻ ഇല്ലെങ്കിൽ. ഭക്തോത്തമൻ കൃഷ്ണകൃപാതിരേകം ഓർത്തോർത്ത് അതിനൊട്ടൊരു നന്ദി പോലും ആനന്ദ വൈശ്യമി എന്ന് ചൊൽക വയ്യാതെ ഒട്ടേറെ വിളങ്ങി മിന്നി. രണ്ടും ഒരർത്ഥം അല്ലേ? ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകേന അശീത്യാധികശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 180ാം സർഗം. എന്താ 180ാം സർഗം പറയണത്? യുധിഷ്ഠിര സ്തുതി. യുധിഷ്ഠിരൻ ഭഗവാനെ സ്തുതിക്കണു. വ്യാസാദികളുടെ ആഗമനം എന്തിനു വേണ്ടിയിട്ട്? ധർമ്മപുത്രര് വിചാരിച്ച പോലെയുള്ള ആ രാജസൂയയാഗം കുറ്റമറ്റതാക്കി തീർക്കാൻ വേണ്ടി, ഭഗവാന്റെ ആജ്ഞ ശിരസ വഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിന് ഉന്നമിച്ച് വരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അപ്പം അദ്ദേഹം സർവജ്ഞനാണല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിയോടെ പിറ്റേന്നുകാലത്ത് അത്യന്ത പ്രേമവിഹ്വലനാം നൃപൻ തലേനാളർദ്ധരാത്രിക്കു ശങ്കൂതി കൊണ്ടണഞ്ഞതും
മറ്റും കൃഷ്ണൻ്റെ കാരുണ്യം ഓരോന്നും മഹിതാശയൻ ഓർത്തോർത്ത് ആനന്ദബാഷ്പത്തിൽ മുങ്ങിയും കൊണ്ടു ഭാഗ്യവാൻ. ആനന്ദബാഷ്പത്തിൽ മുങ്ങിയും ഭാഗ്യവാൻ. എനിക്ക് തന്നെ അത് അന്ധക്കരണത്തിൻ്റെ ദ്രവിക്കുകയാണ്. അന്ധക്കരണം ദ്രവിക്കുകയാണ് നമ്മുടെ. ഒന്നുമില്ലെങ്കിൽ നമ്മളിത് പറയാൻ ഭഗവാൻ ഒരു നിയോഗം തന്നില്ലേ? ഇതിലും ഇതെന്താ വേണ്ടത്? പിറ്റേന്നു കാലത്ത് അത്യന്ത പ്രേമവിഹ്വലനാനൃപൻ തലേനാൾ അർദ്ധരാത്രിക്കു ശങ്കൂതി കൊണ്ടണങ്ങതും മറ്റും കൃഷ്ണൻ്റെ കാരുണ്യം ഓരോന്നും മഹിതാശയൻ ഓർത്തോർത്ത് ആനന്ദബാഷ്പത്തിൽ മുങ്ങിയും കൊണ്ടു ഭാഗ്യവാൻ. സർവേശ്വരൻ്റെ മുമ്പാകെ ചെന്ന് ഈ വണ്ണം ഉണർത്തിനാൻ. ഇങ്ങനെ പറഞ്ഞു. എന്താ? ബ്രഹ്മാവും ശിവനും ദിക്പാലരും സർവമുനീന്ദ്രരും ആരൊന്നേകുന്നതാം ആജ്ഞ. ഭഗവാനെ, അങ്ങയുടെ ആജ്ഞയാണ് ബ്രഹ്മാവും ശിവനും ദിക്പാലരും സർവമുനീന്ദ്രരും കേൾക്കണത്. ബ്രഹ്മാവും ശിവനും ദിക്പാലരും സർവമുനീന്ദ്രരും ആരൊന്നേകുന്നതാം ആജ്ഞ കൈകൊള്ളുവാൻ കാത്തിരിക്കയാം. എത്രയോ മഹിതാത്മാക്കൾ പോലും ഈ ദിവ്യദർശനം, അങ്ങയുടെ ഈ ദിവ്യദർശനം കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സുലഭമാണ്. കാരണം എന്താ? ഞങ്ങൾ അങ്ങയുടെ അടിമകളാണ്. ഞങ്ങൾക്കൊരു പോർലേൽക്കാതെ കണ്ട് അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ട് വരണം. കൊതിച്ചും കുണ്ഠിതം പൂണ്ടും കൊണ്ടാം വാഴുന്നിതെപ്പോഴും. ഞങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ കൊതിച്ചും കുണ്ഠിതം പൂണ്ടും കൊണ്ടാം വാഴുന്നിതിപ്പോഴും. ആ മട്ടിൽ മേവും അവിടുന്നതോർക്കാത്തത് ഈ വിധം പ്രഭോ. അങ്ങയെ ആൾക്കാർ തിരസ്കരിക്കുകയാണെങ്കിൽ അതിന് കാരണമുണ്ട്. എന്താ? അങ്ങയുടെ വിഭൂതികൾ അറിയണില്ല. മനസ്സിലേ? ആ മട്ടിൽ മേവും അവിടുന്നതോർക്കാത്തത് ഈ വിധം പ്രഭോ. അങ്ങയ്ക്കത് പ്രശ്നമല്ല. കൊള്ളില്ലൊന്നിനും എന്നാലും ഞാനോതി മന്നിതിൽ, ഞാനെന്നോതി മന്നിതിൽ. കണ്ടോ? കൊള്ളില്ല ഒന്നിനും എന്നാലും, ഗുഡ് ഫോർ നത്തിങ് ആണ് ആൾക്കാർ. എന്നാലും ഞാനെന്നോതി മന്നിതിൽ ഊറ്റം മാത്രം നടിച്ചിത് മൂടന്മാരുടെ ശാസനം. ഞാൻ രാജാവാണ്, ഞാൻ ചക്രവർത്തിയാണെന്ന് പറഞ്ഞ ആൾക്കാരെ മറ്റുള്ളവരെ ദുഷിക്കുക ചെയ്യണത്. പ്രീതി പൂണ്ടു വഹിക്കുന്നു മർത്യലീല മഹാത്ഭുതം. അങ്ങെന്ത് ചെയ്യണു? പ്രീതി പൂണ്ട് വഹിക്കുന്നു മർത്യലീല മഹാത്ഭുതം. അല്ലെങ്കിൽ ഒന്നുകൊണ്ടും നിന്മേന്മ അങ്ങിക്കില്ലൊരിക്കലും, മേന്മ അങ്ങില്ലൊരിക്കലും. അല്ലെങ്കിൽ ഒന്നുകൊണ്ടും നിന്മേന്മ മങ്ങില്ലൊരിക്കലും. അതെ, അങ്ങ് എത്രയോ ശുഭകരമായ കാര്യങ്ങൾ ചെയ്തു വരണു. എന്നിട്ടും അങ്ങയ്ക്കൊരു മങ്ങലുണ്ടാവില്ല. പക്ഷയോ അല്ലെങ്കിൽ ഒന്നുകൊണ്ടും നിന്മേന്മ മങ്ങില്ലൊരിക്കലും. ഇനിയൊരു 3 ശ്ലോകങ്ങൾ എടുത്താൽ പൊന്തില്ല. ഉയർച്ചയും താഴ്ചയും എങ്ങ് അദ്വൈത ബ്രഹ്മവസ്തുവിൽ. ഉയർച്ചയും താഴ്ചയും എങ്ങ് അദ്വൈത വസ്തുവിൽ. അദ്വൈതമായിരിക്കുന്ന വസ്തുവിൽ ഉയർച്ചയില്ല താഴ്ചയില്ല. അദ്വൈതത്തിൽ ഉണ്ടാവും. 2 എന്ന അഭിപ്രായം വന്നാൽ ഉണ്ടാവും. അദ്വൈതത്തിൽ അതില്ല. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഭേദമില്ല. അതെല്ലാം പ്രാകൃതന്മാരിൽ മാത്രം കാണുന്ന കാര്യമാം. അതെല്ലാം പ്രാകൃതന്മാരിൽ കാണുന്ന കാര്യമാണെന്ന് പറഞ്ഞത്. കുറവില്ലെന്നും ആദിത്യനുദയാസ്തമങ്ങളാൽ. അല്ലേ? ഭൂമി സൂര്യനെ വട്ടം ചുറ്റുന്നത് കൊണ്ട് ഭൂമിയിലെ രാവും പകലും ഉണ്ടാവണം. അതൊരു സയൻസാണ്, നത്തിങ് എൽസ്. കുറവില്ലെന്നും ആദിത്യനുദയാസ്തമയങ്ങളാൽ. എത്രയോ ദിവസമായി ഉദിക്കണു അസ്തമിക്കണു. സൂര്യന് വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. താനോൻ നീ ഞാൻ ഉയർന്നുള്ളോൻ ഈ വിധം ഭേദബുദ്ധിയാൽ. ഭഗവാനെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്?
കൂടസ്ഥനായിട്ടും അന്തര്യാമിയായിട്ടും സർവജീവഗുഹാശയനായിട്ടും ഭഗവാൻ എല്ലാവരിലും വാഴുന്നുണ്ട്. പക്ഷേ ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്നുള്ള മായാവിഭ്രാന്തി കാരണം ഭഗവാന്റെ വിസ്മയാവഹമായിട്ടുള്ള പെരുപ്പം നമ്മൾ അറിയണില്ല. ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ, ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി, ഞാനാണ് മേൽശാന്തി, ഞാനാണ് ഇവിടുത്തെ മേളപ്രമാണി എന്നൊക്കെ ഉള്ള ജാടയിൽ ഭഗവാന്റെ വിഭൂതികളെപ്പറ്റി ഈ പറയുന്നവർക്കൊന്നും മനസ്സിലാവണില്ല. കുറവില്ല എന്നും ആദിത്യനുദയാസ്തമയങ്ങളാൽ താണോൺ നീ ഞാൻ ഉയർന്നുള്ളോൻ ഈ വിധം ഭേദബുദ്ധിയാൽ നിൻ പാദാംബുജ ഭക്തന്നു പോലും ഉള്ളം കുലങ്ങിടാ. സാധാരണക്കാരനായിരിക്കുന്ന വലിയ ഭക്തൻ, സാധാരണക്കാരനാണ് പക്ഷെ വലിയ ഭക്തനാണ്, അതാണ് ശരി. നിൻ പാദാംബുജ ഭക്തന്നു പോലും മുള്ളം കുലുങ്ങിട. ആ നിലയ്ക്ക് അവിടേക്കെന്തുണ്ട് ഇതിലെല്ലാം പരിഭ്രമം. അതാണ്, വിദ്വാൻമാർ ഒന്നിനും പരിഭ്രമിക്കില്ല. അവിടെ എത്തിക്കിട്ടാൻ ജന്മാന്തര പുണ്യം വേണം. ജന്മാന്തരങ്ങളിൽ ആർജിച്ച പുണ്യം കൊണ്ട് മാത്രമേ ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. ആ നിലയ്ക്ക് അവിടേക്ക് എന്തുണ്ട് ഇതിലെല്ലാം പരിഭ്രമം. ഒന്നിലും സ്വാർത്ഥമില്ലാതെ എങ്ങും നീ ഉല്ലസിക്കാം. ഭഗവാൻ ഉല്ലസിക്കുകയാണ്. ഭഗവാൻ എങ്ങനെ ഉല്ലസിക്കണത്? ഒന്നിലും സ്വാർത്ഥമില്ലാതെ. ഒന്നിലും സ്വാർത്ഥതയില്ല. നമുക്കോ സ്വാർത്ഥതയുള്ളൂ. ഒന്നിലും സ്വാർത്ഥമില്ലാതെ എങ്ങും നീ ഉല്ലസിക്കയാം. ഞങ്ങൾക്കു വേണ്ടിയേ സർവം ചെയ്യിച്ചും ഈ വിധം. പാണ്ഡവന്മാർക്ക് വേണ്ടി അങ്ങ് കൃപാകടാക്ഷം ചെയ്തും മറ്റുള്ളവരാൽ കൃപ ചെയ്യിപ്പിച്ചു എന്നോതി യജ്ഞകർമ്മത്തിൽ വരിച്ചാൻ ധർമ്മനന്ദനൻ. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യജ്ഞകർമ്മത്തിൽ രാജസൂയത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ സ്വീകരിച്ചു. വരിച്ചാൻ ധർമ്മനന്ദനൻ ബ്രഹ്മജ്ഞരാം ബ്രാഹ്മണരെ മുകുന്ദചരണാശ്രിതൻ ശ്രീഹരി ചരണാശ്രിതനായിരിക്കുന്ന ഭഗവാനെ വരിച്ചു. ബ്രഹ്മജ്ഞരാം ബ്രാഹ്മണരെ ദ്വൈപായനൻ. അപ്പോഴേക്കും അവിടെ ആരൊക്കെ എത്തി? വ്യാസരെത്തി, ഭരദ്വാജൻ, വസിഷ്ഠൻ, ചവ്യനൻ, ക്രതു, മൈത്രേയൻ, കശ്യപൻ, കണ്ണൻ, ഗർഗൻ, ജൈമിനി, ഭാർഗവൻ, വിശ്വാമിത്രൻ, വീതിഹോത്രൻ. ഇവരൊക്കെ തന്നെ സ്മരിക്കൂ ദിവസേന, കാര്യം ശരി. വിശ്വാമിത്രൻ, വീതിഹോത്രൻ, വാമദേവൻ, പരാശരൻ വ്യാസരുടെ അച്ഛൻ, പൈലൻ, ധൗമ്യൻ, യാജ്ഞവൽക്യൻ, ഗൗതമൻ മറ്റും ഈ വിധം പേർ കൊണ്ടു തന്നെ സംശുദ്ധ്യമന്നിന്നേറ്റും മഹർഷികൾ. ഇവരുടെ നാമധേയങ്ങൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ പാപം അറ്റും. ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നെത്തി മഹർദർശനകാംക്ഷികൾ. ഇന്ദ്രപ്രസ്ഥത്തിൽ അവരെത്തി എല്ലാവരും. ഭഗവാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ ഇത് ഒരു ഒന്നൊന്നര രാജസൂയായിട്ട് മാറ്റണമെന്ന്. അപ്പോഴേക്കും അവർക്കൊക്കെ ടെലിപ്പതി പോയി അവരെത്തി. സ്വാധ്യായ കിണ്ടിയും പട്ടും ഗ്രന്ഥവും മാലാ ഗോപിയും മറ്റുമായി എത്രയോ പേർ വന്നെത്തിനാർ പുണ്യശാലകൾ. സ്വാധ്യായ കിണ്ടി എന്ന് പറഞ്ഞാൽ കമണ്ടലു എന്നർത്ഥം വിചാരിച്ചു വന്നത്. കമണ്ടലു അവർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ഋഷീശ്വരന്മാർക്ക്. പട്ടും ഗ്രന്ഥവും മാലാ ഗോപിയും മറ്റുമായി എത്രയോ പേർ വന്നെത്തിനാർ പുണ്യശാലികൾ. ഭീമനോടോദിനാൻ മെല്ലെ അനിയാവിടവാ വിളിച്ചു നൃപപുങ്കവൻ. ഭീമനോടോദിനാൻ മെല്ലെ വിളിച്ചു നൃപപുങ്കവൻ. അജാതശത്രു കൃഷ്ണാനുമോദിതൻ സർവസമ്മതൻ. ശത്രുക്കളില്ല ആർക്ക്? ധർമ്മപുത്രർക്ക്. കൃഷ്ണാനുമോദിതൻ, കൃഷ്ണനാൽ അനുമോദിക്കപ്പെട്ടവനാ. കൃഷ്ണനാൽ അനുമോദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കൊടുത്തു വെച്ചനായിരിക്കണം, ഭാഗ്യം ചെയ്ത ആളായിരിക്കണം. കൃഷ്ണനാനുമോദിതൻ സർവസമ്മതൻ.
ദുര്യോധനനുമേകേണം ക്ഷണം വേണ്ടുന്ന മാതിരി. അതാണ് ധർമ്മപുത്രരുടെ ഏറ്റവും വലിയ ബടാപ്പൻ, വൈശിഷ്ട്യമായ മാഹാത്മ്യം. തന്നെ തൻ്റെ അനുജന്മാരെയും നിരന്തരം പീഡ ചെയ്തിട്ടുള്ള ദുര്യോധനാദികളെ ആദ്യം വിളിക്കണം. ദുര്യോധനനുമേകേണം ക്ഷണം വേണ്ടുന്ന മാതിരി വെച്ചു പോറ്റായക വെറുതെ ശത്രുഭാവമൊരിക്കലും. മൈ ഗുഡ്നസ്, വെച്ച് പോറ്റായിക വെറുതെ ശത്രുഭാവം ഒരാളിലും ശത്രുഭാവം വേണ്ടാന്നാ. പക്ഷെ നിവൃത്തി ഉണ്ടാവില്ല കേട്ടോ, ചില സമയത്ത് വന്നു പോവും, അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കഴിയാതുള്ളിൽ കവിളായി കദുർവിഷം. അപ്പോൾ കഴിയാതുള്ളിൽ കവിളായി കതുദുർവിഷം. പിന്നേക്കു നിർത്തിയിടരുതായി വക ചണ്ഡിത്തമേവനും. പിന്നേക്കു നിർത്തിയിടരുതാ വക ചണ്ഡിത്തമേവനും. ഇത് നല്ലൊരു സമയമാണ്. അവരോട് പക വയ്ക്കണ്ട, അവരെ വിളിക്കുക. പക്ഷേ ഈ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മൂടി കണ്ടിട്ട് അയാൾ വശം കെട്ടിട്ട് പ്രകൃതി ആണ് സ്ഥലകല വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ദുര്യോധനാദികൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഉടുവസ്ത്രം പൊക്കിയും, യഥാർത്ഥത്തിൽ വെള്ളമുണ്ട് പക്ഷെ വെള്ളമില്ലെന്ന് വിചാരിച്ച് അതിൽ നനഞ്ഞും വിഡ്ഢിശിരോമണിയാവുന്നൊരു സമയം വരുമ്പോൾ അറിയാതെ കണ്ട് പാഞ്ചാലി ചിരിച്ചുപോയി. അതാണ് പിന്നെ മഹാഭാരത യുദ്ധത്തിന് കാരണമാവുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ദുര്യോധനനുമേകേണം ക്ഷണം വേണ്ടുന്ന മാതിരി വെച്ച് പോറ്റായക വെറുതെ ശത്രുഭാവം ഒരാളിലും. ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, അല്ലാണ്ട് ഞാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിയാതുള്ളിൽ കവിളായി കതു ദുർവിഷം. കവിളായി കതു ദുർവിഷം. പിന്നേക്കു നിർത്തിയിടരുതാവക ചണ്ഡിത്തമേവനും. തെല്ലുപോലും ഇടം കാണെങ്കിൽ വന്നവ കൂടിടും. ദോഷങ്ങൾ നീക്കുവാനേതും ഓർക്കാഞ്ഞാണവനീ വിധം. ആരെങ്കിലും എന്നാലല്ലേ ഈ തെറ്റിദ്ധാരണകൾ മാറുള്ളൂ, അതിനുള്ള ഇടയില്ലല്ലോ. തെല്ലുപോലും ഇടം കാണെങ്കിൽ വന്നവ കൂടിടും. ദോഷങ്ങൾ നീക്കുവാനേതും ഓർക്കാഞ്ഞാണവൻ ഈ വിധം. മൂപ്പര് നമുക്കൊരു സമയം തന്നിട്ടില്ല ഒന്ന് രമ്യതയിലെത്താൻ. അറിവും കഴിവും ചെറ്റുള്ളവൻ ആ മട്ടിലാവുകിൽ. അറിവും കഴിവും ചെറ്റുള്ളവൻ ആ മട്ടിലാവുകിൽ. ദുഷ്ടനും ശിഷ്ടനും തമ്മിലെന്തേ ഭേദം ജഗത്തിതിൽ. അറിവും കഴിവും ചെറ്റുള്ളവൻ ആ മട്ടിലാവുകിൽ. ദുഷ്ടനും ശിഷ്ടനും തമ്മിലെന്തേ ഭേദം ജഗത്തിതിൽ. വെറും കുട്ടികളെപ്പോലെ നിസ്സാരങ്ങളെത്രയും വലുതാക്കി വൃഥാശക്തികളായിക വൃഗോദര. വായുപുത്ര, ഇവിടെ വൃഗോദര എന്നാണ്. വൃഗോദരൻ എന്ന് പറഞ്ഞാൽ ചെന്നായയുടെ വയറുള്ളവൻ എന്നർത്ഥം. എന്ത് കഴിച്ചാലും ദഹിക്കും, പെട്ടെന്ന് ദഹിക്കുകൾക്ക്, അതാണ്. അപ്പോൾ അവിടെ എന്ത് കഴിച്ചാലും ദഹിക്കുന്ന വയറുള്ളവനെ ഇനി എന്തിനാ അവൻ നമ്മളെ ഉപദ്രവിച്ചു എന്നുള്ള പക മനസ്സിൽ വയ്ക്കുന്നത്? അത് മാറ്റേണ്ട സമയമായില്ലേ അനിയ? നമ്മൾക്ക് ആരുണ്ട് ഒപ്പം? ഭഗവാനില്ലേ? നമ്മൾക്ക് ഏവർക്കും കോമൺ ശത്രുവായിരിക്കുന്ന, അതായത് നന്ദസൂനുവായിരിക്കുന്ന ശ്രീകൃഷ്ണനും ആ നന്ദസൂനുവായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ശത്രുക്കൾ രാജസൂയാഗത്തിന് നമുക്കെതിരാണ്. ഭീമസേന,
നിന്നെ കൊണ്ട് ഭഗവാൻ കൊല്ലിച്ചില്ലേ അവനെ? ഇപ്പം നിനക്ക് ഉറപ്പായില്ലേ ദുര്യോധനനെ നിനക്ക് തല്ലി മലർത്താതുള്ളത്? ഇതൊക്കെ എൻ്റെ ഭാവന കേട്ടോ, ഞാൻ നമ്മളുള്ള പറയാം. വെറും കുട്ടികളെ പോലെ നിസ്സാരങ്ങൾ എത്രയും വലുതാക്കി വൃഥാശക്തികളാ കളകായിക വൃഗോദര. കണ്ടാൽ മിണ്ടായവതും മറ്റും അവനുള്ളൊരു ദോഷമാം. കണ്ടാൽ മിണ്ടില്ല, അത് അവനുള്ളൊരു ദോഷമാണ്. അത് നീ ഓർക്കിൽ അങ്ങോട്ടും ആ മട്ടിൽ തന്നെയല്ലയോ. അതുകൊണ്ട് നീയും അവനോട് മിണ്ടാറില്ല, അത് ശരിയല്ല. കണ്ടാൽ മിണ്ടായവതും മറ്റും അവനുള്ളൊരു ദോഷമാം. അത് നീ ഓർക്കിൽ അങ്ങോട്ടും ആ മട്ടിൽ തന്നെയല്ലയോ. മറ്റേവനുള്ള ദുർഭാവം അല്ല നോക്കേണ്ടത് ആ വിധം. ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ ഉള്ള ഉപദേശങ്ങൾ നമ്മൾക്ക് സുലഭമായിട്ട് കിട്ടുന്നു. പക്ഷെ നമ്മളാരും വിജയിക്കാൻ പാത്രമല്ലാത്തത് കൊണ്ട് നമ്മൾ ദോഷങ്ങൾക്ക് അടിമപ്പെടുക ചെയ്യുന്നത്. കണ്ടാൽ മിണ്ടായവതും മറ്റും അവനുള്ളൊരു ദോഷമാം. അതു നീ ഓർക്കിൽ അങ്ങോട്ടുമാ മട്ടിൽ തന്നെയല്ലയോ. മറ്റേവനുള്ള ദുർഭാവം അല്ല നോക്കേണ്ടതാവിധം. ആകാതെ അതാതാൾക്കാവോളം സൽഭാവന വളർത്തുവാൻ. സൽഭാവന വളർത്താൻ നമ്മൾ ശ്രമിച്ചാൽ മതി എന്നാ. ആവിധം ആകാതെ അതാതാൾക്കാവോളം സൽഭാവന വളർത്തുവാൻ. ചളി പറ്റിയതായി കാണെങ്കിൽ ഉടൻ കഴുകി ഉൾത്തടം. മനസ്സ് പാപമെങ്കിലുമായി തോന്നുന്നുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് ഉൾത്തടം കഴുകിക്കളയൂ അനിയ. ഉൾത്തടം മനസ്സ്. ചളി പറ്റിയതായി കാണെങ്കിൽ ഉടൻ കഴുകി ഉൾത്തടം വിശുദ്ധമായി തീർത്തിയിടുകയല്ലേ വേണ്ടത് ബുദ്ധിമാൻ. അവിടെ നിർത്താം. ചളി പറ്റിയതായി കാണെങ്കിൽ ഉടൻ കഴുകി ഉൾത്തടം വിശുദ്ധമായി അല്ലേ വേണ്ടത് ബുദ്ധിമാൻ. എന്തിനാ കുറേ വക്കീൽമാർ ഈ ലോകത്ത്? ഇതെല്ലാം പഠിച്ചാൽ തന്നെ പഠിച്ച് ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയാൽ തീർച്ചയായിട്ടും മനോമാലിന്യങ്ങൾ മാറാതെ കൊണ്ടിരിക്കില്ല. ശ്രേഷ്ഠമായ ഒരു ജീവിത പന്ഥാവ് കെട്ടിപ്പടുക്കാൻ നമ്മളെ കൊണ്ടാവും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.